തൃപ്പൂണിത്തറ ഗ്രാമത്തിലെ കലേക്കുളങ്ങര ശ്രീ ഏമൂർ ഭഗവതി ക്ഷേത്രം. അവിടെ ഹേമാംബിക. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ക്ഷേത്രത്തിന്. പക്ഷേ അകത്തേക്ക് കയറി മെയിൻ ശ്രീകോവിലേക്ക് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു. ഇത്രേ ഉള്ളൂ, 2 കൈ മാത്രമേ ഉള്ളൂ, അനുഗ്രഹിച്ച് നിൽക്കുന്ന കൈ മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രത്തിൻ്റെ മൂല സ്ഥാനം എന്ന് പറയുന്നത് കരിമലയിലാണ്. അപ്പോൾ ദേവിയുടെ കടുത്ത ഉപാസകനായിട്ടുള്ള കുറൂർ ഇല്ലത്തെ നമ്പൂതിരി ദിവസവും അവിടെ പോയിട്ട് കരിമലയിലേക്ക് യാത്ര ചെയ്ത് പോയിട്ട് ആയിരുന്നു 3 നേരവും പൂജ കഴിച്ച് വരാറ്. പക്ഷെ കാലം പോകുന്നതോറും അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അത്തരം വരെ പോവുക എന്നുള്ളത് ബുദ്ധിമുട്ടായി. അങ്ങനെ അവസാനത്തെ പൂജയും കഴിഞ്ഞു അദ്ദേഹം തിരിച്ച് മനയിലെത്തി. മനസ്സിനൊക്കെ ഒരു ഭാരം, ഇനി പോകാൻ സാധിക്കില്ലെന്നുള്ളത്. എന്തായാലും അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ ദേവി വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പൂജയിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. അപ്പോൾ ഇനി പ്രായക്കായില്ലേ, അവിടെ വരെ വരാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു അനുഗ്രഹം തരാനാണ് വന്നേ. ഞാൻ നാളെ തന്നെ മലയുടെ അടുത്തുള്ള കുളത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോവാം. പക്ഷേ ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പൂർണ്ണ രൂപം കണ്ടതിന് ശേഷം മാത്രമേ സംസാരിക്കാൻ എന്ന് പറഞ്ഞു. ഓ, അതേ ഉള്ളൂ. സന്തോഷമായി അദ്ദേഹത്തിന്. രാവിലെ പുലർച്ചെ തന്നെ അദ്ദേഹം ഉണർന്ന് എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ കൺഫ്യൂഷനും ഉണ്ട് മനസ്സിൽ. സ്വപ്നമാണ് കണ്ടത്, ദൈവം വരും ഉണ്ടാവും, എല്ലാവരും കൺഫ്യൂഷനായിട്ട് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിട്ടിരിക്കാം. എന്തായാലും പറഞ്ഞ സമയത്ത് തന്നെ ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പം ആദ്യം വന്നത് ഈ കൈകളാണ്. നമ്മളുടെ സ്വഭാവം തന്നെയാണ് നമ്പൂതിരിക്കുള്ളത്. എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം അത് ചെയ്യും. ഈ കൈകൾ അങ്ങോട്ട് ഉയർന്നു വന്നു. അതാ കണ്ടു, ഉറക്കെ ഒരു വിളിയാണ്. കഴിഞ്ഞു കഥ. ദേവി മറയാൻ പോയി. അപ്പോൾ ഓടി ചെന്നിട്ട് ദേവിയുടെ കൈക്ക് അങ്ങോട്ട് വലിച്ചു പിടിച്ചു. അയ്യോ പോവല്ലേ എന്നുള്ളതിൽ അപ്പോഴത്തേക്കും ശിലയായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് നമ്മൾ ശ്രീകോവിലിൽ കാണുന്ന ആ 2 കൈകൾ. അതുകൊണ്ട് കൈപ്പത്തി ക്ഷേത്രം എന്നാണ് പേര് കേട്ട് പ്രശസ്തി. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പം കേട്ടിട്ടില്ല തോന്നും. പക്ഷെ കൈപ്പത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. ഇത് വേറൊരു കഥയല്ല, ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ദിരാ കോൺഗ്രസ് ഒക്കെ രൂപീകരിക്കുന്നതിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന് തോന്നിയിട്ടുണ്ട്. എന്തെന്നെ ആയിക്കോട്ടെ, പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ദേവിയുടെ പൂജാരീതികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറ്റാനിക്കരയിലെ പോലെ തന്നെയാണ്. പ്രഭാതത്തിൽ സരസ്വതി, മധ്യാഹ്നത്തിൽ ലക്ഷ്മി, വൈകിട്ട് ദുർഗ.